നമസ്കാരം. പ്രവാസികൾ അയക്കുന്ന കോടികൾ നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. ആഗോളതലത്തിൽ വിദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം അയച്ചു കിട്ടുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ്. 2005 മുതൽ 2020 വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. 2020 മാത്രം ഏകദേശം 68.93 ലക്ഷം കോടി രൂപ വിദേശ പണമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ഒരു കാലത്ത് ഇന്ത്യയിലേക്കുള്ള ഗൾഫ് പണമൊഴുക്കിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിരുന്നു. 70കളിൽ ഇന്ത്യ നേരിട്ട വിദേശ നാണ്യ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞത് അക്കാലത്ത് വിദേശ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷമായിരുന്ന മലയാളികൾ മാസം തോറും കേരളത്തിലേക്ക് അയച്ചിരുന്ന വിദേശ പണത്തിന്റെ ബലത്തിൽ തന്നെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട ചുങ്കപ്പൂരിൽ നഷ്ടം നേരിടുന്നവരിൽ പ്രവാസികളും വരാൻ സാധ്യതയേറെയാണ്. ഡോളറിന്റെ കരുത്ത് വൻതോതിൽ ചോർന്നതോടെ മറ്റ് കറൻസികൾക്ക് ശക്തി കൂടിയിട്ടുണ്ട്. ഇതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന UAE പ്രവാസികൾക്കും പണി കിട്ടി തുടങ്ങിയെന്നാണ് അറിയുന്നത്. അതേസമയം ഡോളർ കരുത്ത് കൂടുമെന്നും രൂപമൂല്യം കുറയുമെന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് നിലവിൽ ഉചിതമല്ലെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിലും മാർച്ച് ആദ്യ പകുതിയിലും രൂപ വലിയ തകർച്ച നേരിട്ടിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വലിയ നേട്ടമായി മാറി. അവർക്ക് ലഭിക്കുന്ന ദിർഹവും മറ്റ് കറൻസികളും രൂപയിലേക്ക് മാറ്റുമ്പോൾ ഭേദപ്പെട്ട തുക കയ്യിൽ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരം. എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന സമയം കൂടിയാണിത്. എല്ലാ കറൻസികളും ഡോളറുമായി താരതമ്യം ചെയ്താണ് മൂല്യം സാധാരണ നിശ്ചയിക്കാറുള്ളത്. നിലവിൽ ഡോളർ സൂചിക വലിയ ഇടിവ് നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റു കറൻസികളെല്ലാം മൂല്യം വർദ്ധിക്കും. തുടർന്നാണ് ഗൾഫിലെ പ്രവാസികൾക്ക് ഫെബ്രുവരിയിലെ ലാഭം കിട്ടാതായത്. ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ചുങ്കം ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. ആ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഉയർന്ന നികുതിയാണ് ഇനി വാങ്ങുക. അതോടെ വിദേശത്ത് നിന്ന് ഇറക്കുന്ന വസ്തുക്കൾക്ക് അമേരിക്കയിലും വില കൂടും. ഈ വസ്തുക്കൾ ഉയർന്ന വില നൽകി വാങ്ങാൻ ആളുകൾ മടിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്ന വസ്തുക്കൾക്ക് 26% അമേരിക്ക ചുമത്തിയ നികുതി. ഫെബ്രുവരി 10 UAE ദിർഹത്തിന് 23.94 രൂപ വരെ ലഭിച്ചിരുന്നു. പ്രവാസികൾക്ക് ചാകരയായിരുന്നു ഫെബ്രുവരി എന്ന് പറയാം. എന്നാൽ മാർച്ച് പകുതി കഴിഞ്ഞ ശേഷം വിപണിയിലെ കാര്യങ്ങളെല്ലാം ആകെ മാറി മറിഞ്ഞു. ഡോളർ കരുത്ത് കുറയാൻ തുടങ്ങിയതോടെ ദിർഹവും ഇന്ത്യൻ രൂപയും എല്ലാം കരുത്ത് കൂടിയിട്ടുണ്ട്. രൂപമൂല്യം ഇടിഞ്ഞ് 87ലേക്ക് വീണ വേളയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ കടം വാങ്ങി വരെ പണം നാട്ടിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഡോളർ കരുത്ത് കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഇനിയും കാത്തിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവചിക്കാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങളാണ് വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും മൂല്യം കൂടുമെന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ വലിയ നഷ്ടം സംഭവിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.